ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്വർണം ചേർത്ത ഭക്ഷണങ്ങളെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് പേരിടുന്ന ചടങ്ങിൽ സ്വർണം തേനിൽ ചാലിച്ച് നാവിൽ തൊടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ സ്വർണം ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാണ് ആദ്യമായി സ്വർണം ഭക്ഷണത്തിൽ ചേർത്തത് എന്നതിനെ കുറിച്ച് രേഖകളൊന്നുമില്ലെങ്കിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പണ്ടുകാലത്ത് രാജാക്കന്മാരും പ്രഭുക്കന്മാരും തങ്ങളുടെ ആഡംബരത്തിന്റെ അടയാളമായി സ്വർണം ചേർത്ത ഭക്ഷണം കഴിക്കുന്നതായി ചരിത്രത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. എന്താണ് ഭക്ഷ്യയോഗ്യമായ സ്വർണം? ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നത് സ്വർണത്തിന്റെ വളരെ നേർത്ത ഇതളുകളാണ്. ഗോൾഡ് ലീഫ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഭക്ഷണത്തെ കൂടുതൽ മനോഹരമാക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പ്രത്യേക രുചിയോ മണമോ ഒന്നും തന്നെയില്ല. സാധാരണയായി ആഡംബര ഹോട്ടലുകളിലും ചില പ്രത്യേക റെസ്റ്റോറന്റിലുമാണ് ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും യുഎയിലും ചില ഏഷ്യൻ രാജ്യങ്ങളിലും ഇത് പ്രചാരത്തിലുണ്ട്. എഡിബിൾ ഗോൾഡ് ലീഫ് എന്ന കമ്പനിയാണ് ഇതിന്റെ വിതരണക്കാർ. ഗോൾഡ് ഗോർമെറ്റ്, ഗോൾഡ് ലീഫ് കമ്പനി എന്നിവ ഉദാഹരണങ്ങളാണ്. ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സ്വർണമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. എന്നുവെച്ചാൽ ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ അനുയോജ്യമായ രീതിയിൽ ശുചീകരിച്ച സ്വർണം. ഇതിന് ചില പ്രത്യേക നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. എഡിബിൾ സ്വർണം സാധാരണയായി 23 മുതൽ 24 ക്യാരറ്റ് വരെ പരിശുദ്ധിയുള്ളതായിരിക്കണം. ഇത് സ്വർണത്തിലുള്ള മറ്റു ലോഹങ്ങളുടെ സാന്നിധ്യം കുറയ്ക്കുകയും അത് ശരീരത്തിന് ദോഷകരമാകാതിരിക്കുകയും ചെയ്യുന്നു. സാധാരണ സ്വർണ്ണാഭരണങ്ങളിൽ ഇതിൽ കുറഞ്ഞ ക്യാരറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അവയിൽ മറ്റു ലോഹങ്ങൾ അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവ കഴിക്കുന്നത് നമുക്ക് സുരക്ഷിതമല്ല. അതുപോലെ എഡിബിൾ സ്വർണം നിർമ്മിക്കുന്ന കമ്പനികൾക്ക് അതിനായുള്ള ടെസ്റ്റിമോണിയൽസും അംഗീകാരങ്ങളും ഉണ്ടായിരുന്നു. യൂറോപ്യൻ യൂണിയനിൽ ഇതിനെ E175 എന്ന ഭക്ഷ്യ അഡിറ്റീവ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ EFSA മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം. ഓരോ രാജ്യത്തും ഇതിന് തനതായ നിയന്ത്രണങ്ങളും നിയമങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് സ്വർണത്തിന്റെ പരിശുദ്ധി, ഉൽപാദന രീതികൾ, ഇവയിൽ ഉപയോഗിക്കുന്ന മറ്റു ലോഹങ്ങളുടെ അളവ് എന്നിവയിൽ വ്യത്യാസമുണ്ട്. ഇവ ശുചിത്വമുള്ളൊരു സാഹചര്യത്തിൽ മറ്റ് മാലിന്യം കലരാതെ ശ്രദ്ധയോടുകൂടി വേണം തയ്യാറാക്കാൻ. ഇതിനായി ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് GMP പോലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വർണം ദഹന പ്രക്രിയയിൽ ലയിക്കുകയോ ശരീരത്തിൽ ദോഷകരമായ പ്രതികരണങ്ങളോ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് സ്വർണം കഴിക്കുമ്പോൾ അത് ഭക്ഷ്യയോഗ്യമാണെന്ന് ഉറപ്പുവരുത്തുകയും അംഗീകൃത കമ്പനികളുടെ സ്വർണമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നും നമ്മൾ ഉറപ്പുവരുത്തണം. വ്യാവസായിക ആവശ്യങ്ങൾക്കായുള്ള സ്വർണം ഭക്ഷണങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല. സ്വർണം ചേർത്ത ഭക്ഷണങ്ങളുടെ വില വളരെ ഉയർന്നതായിരിക്കും. ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ അളവ്, അത് തയ്യാറാക്കിയ രീതി, വിളമ്പുന്ന സ്ഥലം എന്നിവയനുസരിച്ച് ഇതിന്റെ വില വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഒരു സാധാരണ ഭക്ഷണത്തിന്റെ വിലയുടെ പല മടങ്ങ് അധികമായിരിക്കും ഇതിന്. സ്വർണം ചേർത്ത ഭക്ഷണം മാത്രമല്ല, സ്വർണം ചേർത്ത പാനീയങ്ങളും ലഭ്യമാണ്. ഷാമ്പെയിൻ പോലുള്ള പാനീയങ്ങളിൽ സ്വർണത്തിന്റെ ചെറിയ ലീഫ് ചേർത്ത് അവയെ കൂടുതൽ ആകർഷകമാക്കാറുണ്ട്. സ്വർണം കഴിക്കുന്നത് കൊണ്ട് മറ്റ് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതായി ഇതുവരെ ശാസ്ത്രം തെളിയിച്ചിട്ടില്ല. എഡിബിൾ ഗോൾഡ് ഈസ് എ കെമിക്കൽ ഇനർട്ട്. അതുകൊണ്ട് അവ ലയിക്കുകയോ ദഹിക്കുകയോ ചെയ്യുന്നില്ല. സ്വർണം ചേർത്ത ഭക്ഷണം എന്നത് പ്രധാനമായും ആഡംബരത്തിന്റെയും ആകർഷണീയതയുടെയും പ്രതീകമായി കണക്കാക്കാം. ഇതിന് പ്രത്യേക ആരോഗ്യ ഗുണങ്ങളൊന്നുമില്ലെങ്കിലും ചില പ്രത്യേക അവസരങ്ങളിൽ ഇത് കൗതുകമുണർത്തുന്ന ഒരു അനുഭവമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.